3 യുവതികളെ ലഹരി മാഫിയ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിൽ അർജന്റീനയിൽ വ്യാപക പ്രതിഷേധം. ലഹരി മാഫിയയുടെ നിയമാവലികൾ ലംഘിച്ചതിലെ വൈര്യത്തിലാണ് 15 വയസ്സുകാരി ഉൾപ്പെടെ 3 യുവതികളെ ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തി മൃതദേഹം വികൃതമാക്കി ബ്യൂണസ് അയേഴ്സിലെ വീടിന്റെ യാർഡിൽ ഉപേക്ഷിച്ചത്. അഞ്ച് ദിവസം മുൻപാണ് 15 വയസ്സുകാരി ഉൾപ്പെടെ സുഹൃത്തുക്കളായ 3 യുവതികളെ കാണാതാകുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മുഖത്തടക്കം മാരകമായി മുറിവേൽപ്പിച്ച് വികൃതമാക്കിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അർജന്റീന കേന്ദ്രീകരിച്ച് മെക്സിക്കോയ്ക്ക് സമാനമായ രീതിയിൽ ലഹരി ഗ്യാങ്ങുകൾ വ്യാപകമാകുന്ന വാർത്ത വരുന്നതിനിടെയാണ് അതിക്രൂര കൊലപാതകം. ലഹരി മാഫിയയിൽ ഉൾപ്പെട്ടവരുടെ സുഹൃത്തുക്കളാണ് കൊല്ലപ്പെട്ട യുവതികൾ. യുവതികൾ സംഘത്തിൽ നിന്ന് ലഹരി മോഷ്ടിച്ചെന്നാരോപിച്ച് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ കൂടിയായിരുന്നു കൊലപാതകം. പാർട്ടിക്കെന്ന് പറഞ്ഞാണ് യുവതികളെ കാറിൽ കയറ്റി ബ്യൂണസ് അയേഴ്സിലെ ഉൾപ്രദേശത്തേക്ക് കൊണ്ടുപോയത്. ശേഷം കാറിൽ വെച്ച് കൊലപ്പെടുത്തി. ലഹരി മാഫിയ അംഗങ്ങൾ ഉൾപ്പെട്ട ഇൻസ്റ്റാഗ്രാമിലെ സ്വകാര്യ അക്കൗണ്ടിൽ കൊലപാതകം തത്സമയം സംപ്രേഷണം ചെയ്തെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊലപ്പെടുത്തുമ്പോൾ ഇത് സംഘത്തിലെ നിയമാവലികൾ തെറ്റിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്നും ലഹരിത്തലവൻ പറയുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ 5 പേർ പിടിയിലായി. സംഘത്തിലെ പ്രധാനിയായ 21-കാരൻ ഇപ്പോഴും ഒളിവിലാണ്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലുള്ള 50 അംഗങ്ങളും അന്വേഷണ പരിധിയിലാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥ തകർന്നെന്നും യുവതികൾക്ക് നീതി വേണമെന്നും ആവശ്യപ്പെട്ട് അർജന്റീനയിൽ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടുകയും ചെയ്തു. പ്രതികൾക്കെതിരെ ശക്തമായ ശിക്ഷ നൽകുമെന്നും ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അർജന്റീനിയൻ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.